ജിൻഡോക്ക് ഒരു കപ്പ്. എടാ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കമന്റ് ബോക്സ് മൊത്തം ജിൻഡോക്ക് കപ്പ് കിട്ടിയതിൽ സീക്രട്ട് ഏജന്റ് പോസ്റ്റ് ഇട്ടില്ല. മര്യാദക്ക് ഞാൻ പറയുന്നതും കേട്ട് ഇവിടെ നിന്നാ നിനക്കൊക്കെ കൊള്ളാം, ഇല്ലെങ്കിൽ എനിക്കിട്ട് കൊള്ളും. ജിൻഡോക്ക് കപ്പ് കിട്ടിയതിൽ സീക്രട്ട് ഏജന്റ് കൺഗ്രാചുലേറ്റ് ചെയ്തില്ല. ജിൻഡോക്ക് കപ്പ് കിട്ടിയതിൽ സീക്രട്ട് ഏജന്റ് കുശുമ്പ്. ജിൻഡോക്ക് കപ്പ് കിട്ടിയതിൽ സീക്രട്ട് ഏജന്റ് ദേഷ്യം. എന്റെ ദൈവമേ, എന്തൊരു ചിറ്റണത്. പണിയൊക്കെ എനിക്ക് തീറ്റാവനും. നിങ്ങള് പുതിയതായിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ച് വന്നാണ് എനിക്കറിയാൻ പാടില്ല. പിന്നെ മറ്റേ വീടിനകത്തിരുന്ന് പറഞ്ഞ സാധനം അതൊക്കെ ഉണ്ടാവും, റീലും സാധനമൊക്കെ ആയിട്ട് കുത്തിക്കേറ്റി വരുന്നുണ്ട്. എന്തോ 80 ദിവസം മനസ്സിൽ വെക്കണ്ട. എനിക്ക് ഞാൻ 80 ദിവസം മനസ്സിൽ വെക്കണ്ട. ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ലല്ലോ. പൊട്ടിച്ച് മാറ്റിച്ച് കപ്പിന്റെ 7 അയൽവക്കത്ത് വരാത്ത രീതിയിൽ ആക്കും. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. അങ്ങനെ രസമാണ്, പണ്ണാണ്. വീട്ടിൽ കഴിഞ്ഞ് പുല്ല് അവിടെ ഇട്ടിട്ട് പോകുന്നു. ഞാൻ എന്റെ കമന്റ് ബോക്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ പറയുക, സൈബർ ബുള്ളിങ് അല്ല, സൈബർ എരക്കൽ. എരുന്നോണ്ടിരിക്കുന്ന സൈബർ എരക്കൽ കമന്റ് ബോക്സിൽ. കാരണം കരിങ്കല്ല് പോലത്തെ വാക്കാ എന്റേത്. തട്ടിയാൽ കാലടിമെന്ന് അവനറിയാം. ഇതൊന്ന് ജിൻഡോ പാൽക്കുപ്പികളാ. അവന്റെ തൂറിയൊക്കെ മനുഷ്യരെ കുറച്ചൊക്കെ ഇതൊക്കെ വേണം, സപ്പോസ് എന്തെങ്കിലുമൊക്കെ വേണം. ജിൻഡോക്ക് കപ്പ് കിട്ടിയതിൽ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് വന്നിട്ടില്ല. നമുക്ക് അങ്ങനെ സാധനം വരുള്ളൂ. ഒരാൾ കപ്പടിക്കുമ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആവുമല്ലോ. ഒരു സഹമുറിയനോട് ഇത്രയും സഹതാപമില്ലാത്ത മറ്റൊരു സഹമുറിയനെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഓൾ മൈ ഫേറ്റ്. ഇപ്പൊ പുതിയതായിട്ട് വന്നിട്ട് കമന്റ് ബോക്സിൽ ഉണ്ടാക്കാൻ ആരും വിചാരിക്കണ്ട. 2 രോമൻ നീച്ച് പായില്ല വേണ്ടി. എന്നിട്ടാണ് 10 കമന്റ്. നല്ലതാണ്, ഒരു 10 രൂപ എക്സ്ട്രാ ഉണ്ടാക്കണം പ്ലീസ്. കാരണം നിലനിന്ന് പോകണ്ടിരിക്കും. ട്രോളൊക്കെ വന്നാൽ ഇതിനകത്ത് പിടിക്കാൻ പറ്റൂ. കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.